നമസ്കാരം സുഹൃത്തുക്കളെ, ലോൺലി റോഡ് സ്കാൻഡിനേവിയയുടെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രാക്കോയിൽ നിന്ന് 2 ഷോർട്ട് ട്രിപ്പുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആദ്യം യൂറോപ്പിലെ തന്നെ ഏറ്റവും പഴയ ഉപ്പ് ഖനിയായ വെയിൽസ്ക സാൾട്ട് മൈനിലേക്കാണ് നമ്മുടെ യാത്ര. അത് കഴിഞ്ഞിട്ട് ഓട്സ്കോസ്കി എന്ന് പറയുന്ന ഒരു നാഷണൽ പാർക്ക് ഉണ്ട്, അതൊരു പീഠഭൂമിയാണ് കേട്ടോ. അവിടേക്കും കൂടെ നമ്മൾ ഇന്ന് യാത്ര പോകുന്നുണ്ട്. നമ്മുടെ താമസിക്കുന്ന സ്ഥലം ഈ റെയ്നക് ഗ്ലോണിയുടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആദ്യം അവിടുത്തെ ക്ലോത്ത് ഹാളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ നടന്നു. ഈ സെൻട്രൽ അവിടെ ഒരു പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ആ പാർക്കിന് പുറത്ത് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ട്രാം പിടിച്ചിട്ട് ഈ പറഞ്ഞ സാൾട്ട് മൈനിലേക്കുള്ള ദീർഘദൂര ബസ്സുകൾ പോകുന്ന ആ ബസ്സുകൾ കിട്ടുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ പോയി ഞങ്ങൾക്ക് നിൽക്കണമായിരുന്നു. അതാ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്ന സ്ഥലം ആക്ച്വലി സിറ്റിയുടെ അകത്ത് തന്നെയാണ്. അവിടെ നിന്ന് മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ സാൾട്ട് മൈനിലേക്കുള്ള ബസ് കിട്ടുള്ളൂ. ബസ്സിന് 1.5 യൂറോ ആണ് കേട്ടോ അഡൽട്സിന്. കുട്ടികൾക്ക് അതിലും ചെറുത് ഒരു എമൗണ്ട് ആയിട്ട് തോന്നുന്നു, ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 48 മിനിറ്റോളം ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ സാൾട്ട് മൈനിൽ എത്താൻ പറ്റുന്നത്. ഇനി വേറെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സാൾട്ട് മൈനിലെ എൻട്രി നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം, അല്ലാതെ നമുക്ക് വെറുതെ അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. ഒരു മുതിർന്ന ആൾക്ക് 28 യൂറോ ആണ് ബുക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന എമൗണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഗ്രൂപ്പായിട്ട് മാത്രമാണ് നമ്മൾ അകത്ത് കയറ്റുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എത്ര പേരുണ്ട് ഒരു ഫാമിലിയിൽ നിന്ന് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മളവിടെ നമുക്ക് പറ്റിയ സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ രാവിലെ അവർ പറയുന്ന സമയമാകുമ്പോൾ അവിടെ ചെന്ന് നിന്ന് ഓരോ ഗ്രൂപ്പുകളെ ആയിട്ടാണ് അവരകത്ത് കയറ്റി കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് പോയി കഴിഞ്ഞിട്ട് അടുത്ത ഗ്രൂപ്പ് വരുന്നവരെ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് അവർ വന്ന് വിളിക്കുമ്പോൾ മാത്രമാണ് നമ്മളവിടെ ലൈനായിട്ട് ചെന്ന് നിന്ന് അവരുടെ കയ്യിൽ നിന്ന് പാസ് എല്ലാം കൈപ്പറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മളെ ഒരു ഗൈഡ് കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിരുന്നത് ഇംഗ്ലീഷ് ടൂറായിരുന്നു. നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി ഒരു ടൂർ നടക്കുന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. രാവിലെ തന്നെ ഞങ്ങളവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങളോട് അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണുമായിരുന്നു. നിയോലിത്തിക് ടൈം തൊട്ട് ഇവിടെ ഉപ്പ് ഖനനം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒഫീഷ്യലായിട്ട് നമ്മുടെ യൂറോപ്പിലെ ഒരു ഖനിയായിട്ട് ഇതിനെ എടുത്തു തുടങ്ങിയത് 13ാമത്തെ സെഞ്ചുറി തൊട്ടാണ്. അപ്പോൾ 700 കൊല്ലങ്ങളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഖനിയാണത് കേട്ടോ. ഇപ്പോഴും ഇവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റും കൂടെയാണ് കേട്ടോ. നമുക്ക് ഓൾമോസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് 2 മണിക്കൂറോളം എടുക്കും. ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത് 327 മീറ്റർ ആണ് താഴേക്ക്. 135 മീറ്റർ വരെ താഴത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിൻ്റെ ഫസ്റ്റ് ലെവല് 380 സ്റ്റെപ്സ് ഇറങ്ങിയാലാണ് നമ്മളിതാ ഇപ്പോൾ പോകുന്ന ഈ സ്ഥലം വരെ നമുക്ക് എത്താൻ പറ്റുക. നമ്മൾ അണച്ച് ഉപ്പാട് വന്നു പോയിട്ടോ, ഇറങ്ങാൻ നല്ല പാടായിരുന്നു. ഇനി ഇതിനൊരു സെക്കൻഡ് ലെവലും കൂടെ ഉണ്ട്, അങ്ങോട്ട് നമ്മൾ പോകാറില്ല. അവർ നോർമലി എന്തോ ഒരു പ്രത്യേക പെർമിഷനൊക്കെ എടുത്താൽ മാത്രമേ അതിനകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് 800 സ്റ്റേഴ്സ് ആണ്. ആക്ച്വലി ഇതിന് 9 ലെവൽ ഉണ്ടെന്നുള്ളത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ഞെട്ടുന്നുണ്ടോ? ഇനി ഈ 327 മീറ്റർ ഡീപ്പ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു ഈഫൽ ടവർ ഇതിനകത്ത് കയറും. അത്രയും ആഴം താഴേക്ക് ഇതിനുണ്ട്. ഇതിനകത്ത് 17 ഡിഗ്രി മുതൽ 18 ഡിഗ്രി വരെ ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ഡ്രസ്സുകൾ വേണം നമുക്കിതിലിടാനായിട്ട്. 2000ഓളം ഇന്റർ കണക്റ്റിംഗ് ചേമ്പേഴ്സ് ഇതിനകത്തുണ്ട് അത്രേ. ഈ കാണുന്നത് എല്ലാ സംഭവങ്ങളും ഇത് മരമാണ് കേട്ടോ. ബാക്കി എല്ലാ സാധനങ്ങളും ഇതിനകത്ത് ഉപ്പ് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവര് എല്ലാ സംഭവങ്ങളും ഉപ്പായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി നമുക്ക് നക്കി നോക്കണമെങ്കിൽ വരെ നമുക്കിവിടെ നക്കി നോക്കാൻ പറ്റും. അപ്പം നമുക്ക് നക്കി നോക്കാനും ചില സ്ഥലങ്ങളിൽ തൊട്ട് നോക്കാനും ഒക്കെ ആ ഗൈഡ് നമ്മളെ പ്രേരിപ്പിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഭയങ്കര നല്ല ഒരു വിശദീകരണം ഓരോ പോയിന്റിലും വെച്ച് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കുറച്ച് മടുപ്പിക്കുന്നതായതുകൊണ്ടാണ് ഞങ്ങൾ അതേപ്പറ്റി ഒരുപാട് വിസ്തരിക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു ഭാഗം കല്യാണം പോലെ ഓഡിറ്റോറിയം പോലെ ഒരു ഭാഗമായിട്ട് ആക്ച്വലി യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ബുക്ക് ചെയ്യുകയും നമുക്ക് വിവാഹം പോലുള്ള ചടങ്ങുകൾ നടത്താനും പറ്റും. ഈ കാണുന്നതാണ് ആക്ച്വലി ഇതിൻ്റെ സെൻട്രൽ ഹോൾ എന്ന് പറയുന്നത്. എല്ലാ സാധനങ്ങളും ആ ക്രിസ്റ്റൽ സംഭവങ്ങൾ ഉൾപ്പെടെ അത് ഉപ്പ് ക്രിസ്റ്റലുകളാണ്.
എല്ലാ സാധനങ്ങളും ഉപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വരെ വന്ന ശേഷം നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത ശേഷം അവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ഈ ഉപ്പിൻ്റെതായ എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അവിടെ നമുക്ക് തിരിച്ച് പോകാൻ പറ്റും. അപ്പോൾ എല്ലാം കൂടി ഒരു 3 മണിക്കൂർ വാക്കാണ് ഇവർ പറയുന്നത് കേട്ടോ, നമ്മൾ വരാനും പോവാനും ഒക്കെ ആയിട്ട്. എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊരു ചർച്ചിൻ്റെ ഭാഗവും കൂടെയാണ് ആക്ച്വലി. ഓരോ തവണയും ഖനികളിൽ ഓരോ ആളുകൾ വരുമ്പോൾ അവിടെ ഓരോ എന്താ പറയുക ചർച്ചിന് വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കി. ഇപ്പം നിങ്ങൾ കണ്ട പോലെ പോപ്പിൻ്റെ പ്രതിമയൊക്കെ കണ്ടില്ലേ അവിടെ. അതുപോലെ ഈ ഖനിയിലെ തൊഴിലാളികളാണ് ഓരോ സമയത്ത് അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ചർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം അല്ല, കല്യാണം നടത്തുന്ന ഒരു സ്ഥലമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കാം കേട്ടോ. പലതരത്തിലുള്ള ഉപ്പിൻ്റെ സംഭവങ്ങൾ അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരുപാട് പേര് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഭയങ്കര കോസ്റ്റ്ലി ഒന്നും അല്ല. അപ്പം ഞങ്ങളിതാ ഇതെല്ലാം കണ്ട് അതിനകത്തൊരു തടാകം തന്നെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ അവർക്ക് എളുപ്പത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് പോകാനുള്ള സ്റ്റെപ്സ് ആയിരുന്നു ഈ കാണുന്നതൊക്കെ. ഞങ്ങൾ അവിടേക്കൊന്നും നമുക്ക് എൻട്രി ഇല്ല, നമുക്ക് കാണാൻ മാത്രമേ പറ്റുള്ളൂ. അതെല്ലാം കണ്ട് ഈ തടാകങ്ങളും എല്ലാം കണ്ട ശേഷം ലിഫ്റ്റ് വഴിയാണ് നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ കല്യാണം നടത്താനുള്ള സൗകര്യം ഉണ്ടെന്ന്. അതിനുശേഷമുള്ള റിസപ്ഷനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഹോളുകളാണിത്. ഇവിടെ നിന്ന് ഒരു ചെറിയ ലിഫ്റ്റ് വഴിയാണ്. തിരിച്ചെന്തായാലും അത്രയും സ്റ്റെപ്സ് നമുക്ക് കയറേണ്ടി വന്നില്ല, ഭാഗ്യം. പക്ഷെ ആ ലിഫ്റ്റ് ഭയങ്കര ചെറുതായിരുന്നു, ഭയങ്കര പരിഭ്രമിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ലിഫ്റ്റായിരുന്നു. ഒരു വിധത്തിൽ പുറത്ത് എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ യൂറോപ്പിലെ ഏറ്റവും പഴക്കമുള്ള ഉപ്പുകനി കണ്ടത് പുറത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ അതിനുശേഷം തിരിച്ച് ക്രാക്കോയിൽ വന്നു കേട്ടോ. തിരിച്ച് നമ്മുടെ സ്ഥിരം ഇപ്പം 2 ദിവസമായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതേ സ്ഥലത്ത് കൂടെ ഒന്നും കൂടെ നടന്നു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ. അതിനുശേഷം ഞങ്ങൾ വളരെ പ്രതീക്ഷിച്ചിരുന്നിരുന്ന ഒരു സ്ഥലം, ഭയങ്കര ക്യൂ ആണ്, മിൽക്ക് ബാർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത്. കഴിഞ്ഞ ദിവസം വന്നിട്ട് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഞങ്ങൾ വന്ന് കുറേ നേരം ക്യൂ നിന്ന് ഇവിടുത്തെ ഫുഡ് കഴിക്കുകയാണ്. ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ക്രാക്കോയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കേണ്ട ഒരു സ്ഥലമാണ് ഇതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വെജാണ് ഞങ്ങൾ എല്ലാവരും കഴിച്ചത്. അപ്പോൾ അതെല്ലാം കഴിക്കുകയാണ്. ഭയങ്കര വെയിലായിരുന്നു പുറത്ത്. ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയത് നല്ല വെയിലടിക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു. അതുകൊണ്ട് ആ ഭക്ഷണം അത്രയ്ക്ക് എൻജോയ് ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഓച്ച്കോവ്സ്കി നാഷണൽ പാർക്കിലേക്ക്, ഇതൊരു പീഠഭൂമി കൂടിയാണ്. ലൈം സ്റ്റോണുകൾ ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന ഒരു സ്ഥലം. കുറച്ച് നടക്കാനുമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പാർക്കാണത്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. ഇതിന് നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, ഫ്രീ ആണ്. 24 മണിക്കൂറും ഓപ്പണുമാണ്. ഇനി ക്രാക്കോയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ബസ്സും കിട്ടും. 48 മിനിറ്റാണ് യാത്ര. ദിവസത്തിൽ 5 പ്രാവശ്യം ആ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ആ ടൈമിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് പോവുകയും അതിന് ആ ബസ് തിരിച്ചു വരുന്ന സമയത്തിന് അവിടെ നിന്ന് തിരിച്ചു വരികയും ചെയ്യാം. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി പോയി തോന്നിയത് കാരണം അങ്ങോട്ട് കാറിനാണ് പോയത്. നമ്മൾ ബോൾട്ട് എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മളത് ഇതുപോലൊരു സ്ഥലത്ത് ഒരു എൻട്രൻസിലാണ് കൊണ്ട് നിർത്തുള്ളൂ. ബാക്കി നാഷണൽ പാർക്കിൻ്റെ പ്രധാന ആകർഷണമായ ലൈം സ്റ്റോൺസ് ഒക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ 2 കിലോമീറ്റർ നടക്കണം. അപ്പോൾ ഞങ്ങൾ ആ നടക്കുകയാണ്. ആ സ്ഥലം കണ്ടിട്ട് ഞങ്ങൾക്ക് ഏതോ പാലയോ എവിടെയോ വന്ന് പെട്ട പോലെ ഒരു അനുഭവമായിരുന്നു. റബ്ബർ നിൽക്കുന്ന പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായെന്ന് ഞങ്ങൾക്ക് സംശയം ഉണ്ടായി. കാരണം കുറേ പേര് അങ്ങോട്ട് പോകുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ ലൈം സ്റ്റോൺ പാറകൾ അങ്ങനെ നിൽക്കുന്നത്? ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ ഒരു ഹാൻഡിൻ്റെ ആകൃതിയിലുള്ള 5 വിരലുകൾ നിൽക്കുന്ന പോലത്തെയുള്ള ഒരു പാറകൾ നിൽക്കുന്ന സ്ഥലമുണ്ട്. അങ്ങോട്ടെത്താൻ വേണ്ടിയാണ് ഈ ആളുകൾ മുഴുവനും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അവിടെ വരെ എത്താൻ പറ്റുമോ നമുക്കറിയില്ല. ഈ നാഷണൽ പാർക്കാണ് പോളണ്ടിലെ ഏറ്റവും ചെറിയ നാഷണൽ പാർക്ക്. 14.5 കിലോമീറ്റർ ചുറ്റളവ് മാത്രമാണ് ഈ നാഷണൽ പാർക്കിനുള്ളൂ. പക്ഷെ ഇതിനകത്ത് 2 പുഴയും 400 ഗുഹകളും ഉണ്ട് എന്നുള്ളതാണ് തമാശ. ഇതിൽ 1-2 ഗുഹകൾ നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന താഴെ തന്നെയാണ്. അതിലൊരു ഗുഹയിൽ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കയറി നോക്കുകയും ചെയ്തു കേട്ടോ. റിവർ എന്ന് പറഞ്ഞതിൽ ഈ പറഞ്ഞ ഒരു റിവർ ഞങ്ങൾ കണ്ടു. ചെറിയൊരു പുഴയായിരുന്നു.
മറ്റത് നമുക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത് നമ്മൾ കണ്ട ഒരു റിവറാണോ അതോ അതിലേക്കുള്ള ഏതെങ്കിലും തോടാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ, നിറച്ച് പൂക്കളായിരുന്നു. ഏതെങ്കിലും ഫ്ലവർ വാലി എന്നൊക്കെ പറയും പോലെയായിരുന്നു പൂക്കൾ പൂത്ത് നിന്നിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ ഓച്ച്കോവ് എന്ന് പറയുന്ന ഒരു വില്ലേജ് ഇതിനോട് ചേർന്ന് ഇഴുകി കിടക്കുകയാണ്. ആ വില്ലേജിൽ നിന്നാണ് ഈ നാഷണൽ പാർക്കിന് ഈ പേര് കിട്ടിയത് തന്നെ. ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന രീതിയിലുള്ള ഒരു വില്ലേജാണ് കേട്ടോ ഇത്. അതിൽ ചില ആളുകളുടെ വീടുകളും മറ്റു കാര്യങ്ങളൊക്കെ അവർ റെസ്റ്റോറൻ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതിലൊരു റെസ്റ്റോറൻ്റ് ആണ് ഇത്. നമുക്ക് ഭയങ്കര തിരക്ക് കണ്ടില്ല, ആകെ ഒരെണ്ണം മാത്രമേ അവിടെ ഉള്ളൂ. ഇത്രയും നടന്ന് ക്ഷീണിച്ചു വരുന്ന ആളുകൾക്ക് ഈ റെസ്റ്റോറൻറ്റ് നല്ലൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് കുറച്ച് ഒരു കാപ്പിയോ ഹോട്ട് ചോക്ലേറ്റോ ഐസ്ക്രീമോ എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങളും അവിടെ കയറി. ഈ കുഞ്ഞു തോട് കാണുന്നതിന് ഓപ്പോസിറ്റൊക്കെ ചെറിയ ചെറിയ വീടുകൾ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടെ അവർ ചെറിയ കൃഷി, ആട് വളർത്തൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓച്ച്കോവ് ഈ പറഞ്ഞ ഓച്ച്കോവ് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൻ്റെ പാർട്ട് തന്നെയാണ് ഈ കാണുന്നതൊക്കെ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. വീടുകളിൽ ആൾതാമസം ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങോട്ട് പോയി നോക്കാനും പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. പക്ഷെ നിങ്ങൾ നോക്കൂ, ആ ലൈം സ്റ്റോൺ പാറകളുടെ ഇടയിലായിട്ട് ആ വീട് നിൽക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു, എന്തൊരു ഭംഗിയാണല്ലേ. ഇനി ഞങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന വഴി ഇതിനടുത്ത് വീണ്ടും കുറച്ച് ചെറിയ ചെറിയ പോളിഷ് ഗ്രാമങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കരുതി നമ്മൾ ഈ പോളണ്ടിലെ ഗ്രാമങ്ങളൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നാൽ അതൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി ചെറുതായിട്ട് റൂട്ട് ഡൈവേർട്ട് ചെയ്ത് നടന്നു പോകുന്ന വഴിയിൽ ഈ ഗ്രാമങ്ങളുടെ അകത്തേക്ക് ഞങ്ങളൊന്ന് കയറി. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. ആദ്യം കയറിയ സ്ഥലത്ത് വലുതായിട്ട് നമ്മൾ മീൻ ഈ പാടങ്ങളൊക്കെ, ചെമ്മീൻ പാടങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ വലിയൊരു പാടം, ഒരു കുളം ഉണ്ടാക്കിയിട്ട് അവിടെ മീനെ വളർത്തുന്നു. അതിൽ നിന്ന് അവർ പിടിച്ചിട്ട് അവിടെ തന്നെ മീനെ വറുത്ത് കൊടുക്കുന്നു. എനിക്ക് വൃന്ദാവൻ ഡാമിൽ പോയ ഒരു കാഴ്ച പോലെയാണ് കേട്ടോ തോന്നിയത്. രണ്ട് വശം പോളിഷ് വീടുകളാണ് ഈ കാണുന്നത്. നമ്മുടെ ഓസ്ട്രിയ, സ്വീഡൻ ഒക്കെ നിർമ്മിതി പോലെ ചെറുതായിട്ടൊരു സാദൃശ്യമുണ്ട് അല്ലേ. ഈ മലമുകളിലേക്ക് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ വീടിന്റെ നിർമ്മിതി ഒരേപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് വീടുകളുടെയൊക്കെ ഇതുപോലെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ ഇങ്ങോട്ട് നോക്കുന്ന കാരണം നമുക്ക് അതിനൊരു അത്രയ്ക്കൊരു ഭയം ഉണ്ടായി അങ്ങനെ എടുക്കാനായിട്ട്. അപ്പോൾ പറ്റുന്ന പോലെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തു കാണിച്ചു. അപ്പോൾ ഈ ഗ്രാമത്തിനകത്ത് കയറിയുകൊണ്ട് ഞങ്ങൾ ശരിക്കുള്ള വഴിയിൽ നിന്ന് ഒരുപാട് ഡൈവേർട്ടായി പോയിരുന്നു കേട്ടോ. ആക്ച്വലി അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചധികം കണ്ടുപിടിക്കേണ്ടി വന്നു തിരിച്ചു പോകാനുള്ള വഴി. ആ ഗ്രാമത്തിലെ ഒരേ ഒരു മാർക്കറ്റാണ് ഇതായി കണ്ടത് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് പുറത്തിറങ്ങി കുറച്ച് നടന്നപ്പോൾ നമ്മുടെ ഒറിജിനൽ വഴിയിലേക്ക് എത്തിച്ചേർന്നു. ഇതും ആ നാഷണൽ പാർക്കിന്റെ ഭാഗം തന്നെയാണ്. ഇവിടെ ഒരു മുകളിലായിട്ടൊരു ചെറിയ പഴയ ക്യാസിലൊക്കെ ഉണ്ട്. ഈ ഓച്ച്കോവ് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ ഉണ്ടായിരുന്ന പഴയ ക്യാസിലാണത്. പണ്ടത് വളരെ പ്രൗഢിയിൽ നിന്നിരുന്ന ഒരു ക്യാസിലൊക്കെ ആയിരുന്നു അത്ര. അങ്ങനെ അവിടെ പോയി നിന്ന് കുറച്ചേരം നിന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 5 തവണ പോകുന്ന ബസ് നമുക്ക് തിരിച്ചു കിട്ടി. അതിൽ കയറി നമ്മൾ തിരിച്ച് അങ്ങനെ ക്രാക്കോയിലേക്ക് തിരിച്ചു പോവുകയാണ്. കടുക് പാടങ്ങളാണ് കേട്ടോ ഈ പൂത്ത് നിൽക്കുന്നത്. ഭയങ്കര മഞ്ഞ നിറത്തില് 2 സൈഡിലും ഈ കടുക് പാടങ്ങളും കൃഷിയിടങ്ങളുമാണ് ഈ തിരിച്ച് ക്രാക്കോ എത്തുന്നത് വരെ. അങ്ങനെ പോളണ്ടിലെ ഏറ്റവും 2 വലിയ സിറ്റികളും പോളണ്ടിൻ്റെ സാംസ്കാരിക തലസ്ഥാനവും പിന്നെ ഒരു നാഷണൽ പാർക്കും പീഠഭൂമിയും അവിടുത്തെ ഉപ്പ് ഖനിയും അങ്ങനെ എല്ലാം കണ്ട് പോളണ്ടിൻ്റെ എല്ലാം തന്നെ അനുഭവിച്ചറിഞ്ഞ് അവസാനം ഞങ്ങൾ ഈ യാത്ര ഇവിടെ നിർത്തിയാണ്. നാളെ രാവിലെ ഞങ്ങൾക്ക് തിരിച്ചുള്ള ഫ്ലൈറ്റാണ് സ്റ്റോക്ക്ഹോമിലേക്ക്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.